ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന എൻ്റെ ജ്യോതിഷ വിഷയം എന്ത് ചെയ്താലും തടസ്സങ്ങൾ മാത്രം. എന്ത് ചെയ്താലും തടസ്സങ്ങൾ മാത്രം. അപ്പം ആ തടസ്സങ്ങൾ മാറും, ഉടനെ തന്നെ ഫലവും കിട്ടും. ആ ഒരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത്. തടസ്സങ്ങൾ മാറി ഫലം കിട്ടും. എന്ത് ചെയ്താലും തടസ്സങ്ങളാണ്. ചിലവർ എന്ത് കാര്യത്തിൽ ഇന്നേലും ചെന്നിട്ട് ചിലവരിരുന്ന് വളരെയധികം ദുഃഖിക്കും. ദൈവമേ, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തടസ്സവും. എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും അവിടെ ഒരു തടസ്സം വരും. എന്ത് കാര്യം ആലോചിച്ചാലും അവിടെ ഒരു തടസ്സം വരും. എന്നാൽ മറ്റുള്ളവരൊക്കെ വളരെയധികം നേട്ടങ്ങളൊക്കെ നേടിപ്പോകുമ്പോൾ, ഓരോ പ്രവൃത്തി ചെയ്ത് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കും എന്താണ് ഇതുപോലെയുള്ള ഒരു ദുർഗതി, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു ദൈവം ഇങ്ങനെ ഒരു ശിക്ഷ തരുന്നത് എന്നെല്ലാം ഇരുന്ന് സ്വയം ചിന്തിക്കും ചില ആൾക്കാർ. ഇനി തടസ്സങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഇവർക്ക് തടസ്സങ്ങൾ വരുമ്പോൾ ഇല്ലേ, അത് സ്വാഭാവികമാണ്. ഏത് മനുഷ്യനാണെങ്കിലും ആലോചിക്കും, ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, ദൈവമേ എന്നെ മാത്രം എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്? നിങ്ങളെ മാത്രമല്ല, ഇതേപോലെ അനുഭവിക്കുന്ന പലരും ഉണ്ടാവും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കത് വേദനാജനകമായ കാര്യങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾക്കത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്തു നോക്ക്. നിങ്ങൾക്ക് ആയിരക്കണക്കിന് രൂപ മുടക്കി വലിയ പൂജയും ഹോമവും അതേപോലെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാനല്ല ഞാൻ പറയുന്നത്. വളരെ നിസ്സാരമായ കാര്യം, വളരെ പണച്ചെലവില്ലാത്ത കാര്യം, എന്നാൽ നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്താൽ, നിങ്ങൾ ആരെക്കൊണ്ടെങ്കിലും ചെയ്യിച്ചിട്ട് കാര്യമില്ല കേട്ടോ, നിങ്ങൾ തന്നെ ചെയ്യണം. അത് ഒന്നും കൂടി ഞാൻ അടിവരയിട്ട് പറയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്താൽ, നിങ്ങൾ തന്നെ പോയി ക്ഷേത്രങ്ങളിൽ ഈ വഴിപാട് നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തടസ്സങ്ങൾ മാറും. നിങ്ങൾക്ക് ഉടനെ തന്നെ ഫലം കിട്ടും. നിങ്ങൾക്ക് ഫലം കിട്ടും. നിങ്ങൾ എന്നെ ഫോണിൽ വിളിക്കുകയും ചെയ്യും. ഞാനിത് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് ഫലം കിട്ടിയവർ പലരും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഞാൻ ഈ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഒരു 27 ചെറുനാരങ്ങ 27 ചെറുനാരങ്ങ വാങ്ങി വാഴനാരിൽ കോർക്കണം. വേറെ നൂലിൽ കോർക്കരുത്, വാഴനാരിൽ കോർക്കണം. വാഴനാരിൽ 27 ചെറുനാരങ്ങ വാങ്ങി വാഴനാരിൽ കോർത്തിട്ട് അതൊരു മാലയാക്കി 3 ദിവസം അടുപ്പിച്ച് ഗണപതി ഭഗവാന് ചാർത്തണം. ഗണപതി ഭഗവാന് 3 ദിവസം അടുപ്പിച്ച് ഈ മാല ഒന്ന് ചാർത്ത് നോക്കും. എന്നിട്ട് വിഘ്നഹര സ്തോത്രം കൊണ്ട് ഗണപതിക്ക് പുഷ്പാഞ്ജലി നടത്താം. വിഘ്നഹര സ്തോത്രം കൊണ്ട് ഗണപതിക്ക് പുഷ്പാഞ്ജലി, അതോടൊപ്പം ഗണപതിക്ക് തിരുമധുരവും കൂടി നിവേദിക്കണം ഈ 3 ദിവസം. അപ്പൊ 27 ചെറുനാരങ്ങ വാഴനാരിൽ കോർത്ത് മാലയാക്കി അവിടെ ചെന്നിട്ട് അവിടെ ശാന്തിനോട് പറഞ്ഞ് അതൊന്ന് ചാർത്തണം. ചാർത്തിയിട്ട് ഗണപതിക്ക് തിരുമധുരം നിവേദിച്ച് വിഘ്നഹര സ്തോത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തണം. 3 ദിവസം അടുപ്പിച്ച് ചെയ്യണം. 3-ാമത്തെ ദിവസം ഒരു നാളികേരം വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. നാളികേരം വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് ആ നാളികേരം കയ്യിൽ പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഭഗവാനെ വിഘ്നേശ്വരൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടും ഭഗവാനോട് നല്ലപോലെ പ്രാർത്ഥിക്കാം. ഭഗവാനെ വിഘ്നേശ്വര, എന്നിലും എൻ്റെ കുടുംബത്തിലുമുള്ള ദുരിതങ്ങളും ദോഷങ്ങളും എൻ്റെ പ്രവൃത്തി തടസ്സങ്ങളും ഈ നാളികേരത്തിൽ കൂടി ഒഴിഞ്ഞു പോയി ഈ നാളികേരം ചെതറുന്നതുപോലെ എൻ്റെ ദുരിതങ്ങളും ദോഷങ്ങളും പ്രവൃത്തി തടസ്സങ്ങളും ചെതറിപ്പോണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ആ നാളികേരം 7 പ്രാവശ്യം ഒന്ന് ഇടത്തോട്ടൊഴിയുക. 7 പ്രാവശ്യം ഇടത്തോട്ടൊഴിയ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് അകന്നു പോകേണ്ടതൊക്കെ ഇടത്തോട്ടും നിങ്ങളിലേക്ക് വരേണ്ടത് വലത്തോട്ടും. അങ്ങനെ. അപ്പം ഇടത്തോട്ട് 7 പ്രാവശ്യം ഈ നാളികേരം ഒഴിഞ്ഞിട്ട്
ഭഗവാന്റെ മുമ്പിലുള്ള കല്ലിൽ ഒന്ന് അഞ്ഞടിച്ചിട്ട് തെറിപ്പിച്ച് കളയാം. നാളികേരം ചെതറിപ്പോയാൽ നിങ്ങളുടെ ദുരിതങ്ങളും ഓരോന്നായി ചെതറിയതായിട്ട് കാണാം. ആദ്യത്തെ ആഴ്ച ബുധൻ, വ്യാഴം, വെള്ളി ഒരു 3 ദിവസം ചെയ്തു നോക്കൂ. ഈ 3 ദിവസം എന്ന് പറഞ്ഞാൽ ബുധൻ, വ്യാഴം, വെള്ളി ഈ 3 ദിവസം സെലക്ട് ചെയ്ത് പോകും. എന്നിട്ട് 3-ാമത്തെ ദിവസം നാളികേരം അടിക്കുമ്പോൾ നാളികേരം ചെതറിയില്ലെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം. 2-ാമത്തെ ആഴ്ചയിൽ നാളികേരം ചെതറും ഉറപ്പാണ്. നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് സ്വയം മനസ്സുരുകി പ്രാർത്ഥിച്ച് ആ നാളികേരം അടിച്ചാൽ ചെതറും ഉറപ്പ്. നിങ്ങളുടെ ഇതും തടസ്സങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളും മാറിക്കിട്ടും. നിങ്ങളിതൊന്ന് ചെയ്തു നോക്ക്. ഇനി ഇത് കൂടാതെ 7 വ്യാഴാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകണം. വിഷ്ണു ക്ഷേത്രത്തിലായാലും കുഴപ്പമില്ല, കൃഷ്ണന്റെ ക്ഷേത്രത്തിലൊന്ന് പോകണം. 7 വ്യാഴാഴ്ച അടുപ്പിച്ച് പോകണം. ഈ 7 വ്യാഴാഴ്ച പാരം നിങ്ങളുടെ പാരം വേറെ ആരെയും പറഞ്ഞു വിട്ടിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾ തന്നെ ചെന്ന് നടത്തണം. 7 വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്രത്തിൽ പോയിട്ട് കൃഷ്ണന് വെണ്ണ നിവേദിക്കണം. കൃഷ്ണന് തൃക്കൈ വെണ്ണ കൊടുക്കണം. കൃഷ്ണന് തുളസിമാല ചാർത്തണം. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തണം. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഈ 7 വ്യാഴാഴ്ച അടുപ്പിച്ച് ഒരു വ്യാഴാഴ്ച ഭഗവാന് പാൽപ്പായസവും നിവേദിക്കണം. ഒരു വ്യാഴാഴ്ച ഭഗവാന് പാൽപ്പായസവും. ഈ 7 വ്യാഴാഴ്ചയും കൂടി ഇത് ചെയ്താൽ, അതുകൂടാതെ നിങ്ങളുടെ ദേശദേവത ഉണ്ടല്ലോ, തൊട്ടടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലെ ദേശദേവതയ്ക്ക് നെയ് വിളക്കും കൂടി തെളിയിച്ചാൽ നിങ്ങളുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറി നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.